ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ചീര തോരനാണ്. നമുക്കിവിടെ പച്ചച്ചീരയുണ്ട്, ചുവപ്പ് ചീരയുണ്ട്. നമ്മൾ ചുവപ്പ് ചീര വെച്ചാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചീര പറിച്ചെടുക്കാം. ഇത്രയും ചീര നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊരു തോരനുണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ താമസം ഉണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ മൂട് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുക. അപ്പോൾ വാടത്തിൽ കഴിവതും ഇളയ ചീര എടുക്കണം. ഇളയ ചീരയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തണ്ടും ഉപയോഗിക്കാം. മൂത്ത ചീരയാണെങ്കിൽ നമുക്ക് തണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇല മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ആദ്യമായിട്ട് നമ്മുടെ ചീരയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ വെട്ടിക്കളഞ്ഞ് ഒട്ടും മണ്ണില്ലാതെ കഴുകിയെടുക്കുക. എന്നിട്ട് തണ്ട് വേറെ ഇല വേറെ ആയിട്ട് അരിഞ്ഞെടുക്കുക. ആദ്യം ഈ വേരൊക്കെ അങ്ങ് വെട്ടിക്കളയും. പിന്നെ ഇതിൽ ഒട്ടും മണ്ണില്ല ഇപ്പോൾ, എന്നാലും ഒന്ന് കഴുകിയേക്ക്. നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇല തണ്ട് വേറെ ആക്കുക, എന്നിട്ട് രണ്ടും സെപ്പറേറ്റ് അരിയുക. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ആദ്യം ഇലയും തണ്ടും സെപ്പറേറ്റായിട്ട് അരിഞ്ഞെടുത്തിരിക്കും. പിന്നെ അരപ്പിന് വേണ്ട ഘടകങ്ങൾ: ഒരു അരമുറി തേങ്ങ, പീര, ജീരകം, ഒരിച്ചിരി ജീരകം, 2-3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളി. അപ്പോൾ ഇത് അരപ്പുണ്ടാക്കാനാണ്. ആദ്യം ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചിട്ട് ഇതിലിട്ടിട്ട് അരക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഉരുണ്ട ഇതൊക്കെ ചിലപ്പോൾ അതുപോലെ തന്നെ കിടക്കും. വേപ്പല. പിന്നെ വറുക്കാനുള്ള കടുക്, ആവശ്യത്തിന് ഉപ്പ്, വറുക്കാനുള്ള കടുക്, ഇത്രയൊക്കെ മതി. എണ്ണ, വറതാളിക്കാനുള്ള എണ്ണ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊസീജിയറിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അരപ്പ് ബാക്കിയെല്ലാം അരിഞ്ഞെടുത്തിട്ട്. അപ്പോൾ ഇനിയൊരു കടായി അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക. കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. ഇനി ആദ്യം കടുക് ഇടുക. കടുക് ഇട്ട് കഴിഞ്ഞ് കടുക് പൊട്ടിക്കഴിഞ്ഞ് ആദ്യം ഈ തണ്ട് അരിഞ്ഞതിടുക. അപ്പോൾ ഇതിന് ആകെ വേണ്ട ഉപ്പ് നമ്മൾ ഇപ്പം തന്നെ അങ്ങ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ ഉപ്പിടുക. ഈ ചീര അരിഞ്ഞു വെച്ചിരിക്കണതില്ല. ചീര കാണുമ്പോൾ കുറേ ഉണ്ടെങ്കിലും ഇവനങ്ങ് അമുങ്ങിപ്പോവും. അതെ, ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടില്ല. അതിലോട്ട് ഈ അരപ്പും വെച്ച് ഇനി ഇതൊക്കെ ഒന്ന് മൂടുക. കടായിയുടെ മൂടി കൊണ്ടുവന്ന് വെച്ച് മൂടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. അപ്പം ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും അല്ല ഇട്ടിരിക്കണം, സിമ്മിലായിട്ട്. ഇടയ്ക്കൊന്നിത് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കും. പാത്രം നിറച്ച് ചീര ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഒരു ഇച്ചിരി. നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. പോരാ, ഒരിച്ചിരി ഉപ്പ് കൂടെ ഇടണം. നമ്മുടെ ചീര റെഡിയാ. അതോ അധികം വെള്ളം വല്ലതും ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പം ഇതിലധികം വെള്ളമൊന്നും ഇല്ല, തോന്നുകയാണെങ്കിൽ ഇതുപോലെ തുറന്നു വെച്ചിട്ട് ചിക്കി ആ വെള്ളം വറ്റിച്ച് കളയാം. നമ്മുടെ ചീരത്തോരൻ റെഡിയായി. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നമ്മൾ സാധാരണ കഴിക്കുന്നവരെ കഴിക്കുക. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.